വെൽക്കം ടു മെട്രിക്സ് അക്കാഡമി ഫോർ സിവിൽ എഞ്ചിനീയറിംഗ്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഐസോമെട്രിയിൽ ഐസോസർക്കിൾ എങ്ങനെയാണ് വരയുക എന്നാണ്. ഐസോമെട്രിക് എങ്ങനെയാണ് വരയുക എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കാണുന്നതിന് മുന്നേ ആ വീഡിയോ കാണുകയാണെങ്കിൽ ഈ വീഡിയോ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഐസോമെട്രിക്കിൽ എങ്ങനെയാണ് ഐസോസർക്കിൾ വരയുക എന്നുള്ളത് നോക്കാം. അതിനായി ഉപയോഗിക്കേണ്ട കമൻറ്റ് EL, അതായത് എലിപ്സ് എടുക്കുക, എൻ്റർ പ്രസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴെ 3 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരും: ആർക്ക്, സെൻറ്റർ, ഐസോസർക്കിൾ. ഇതിൽ ഐസോസർക്കിൾ സെലക്ട് ചെയ്യുക. ഐസോസർക്കിൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് സർക്കിൾ വരേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഐസോസർക്കിൾ വരയ്ക്കും. ഇനി ഈ സൈഡിലാണ് വരേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ക്രോസ് വയറിൻ്റെ പൊസിഷൻ മാറ്റുക. അതിനുശേഷം വീണ്ടും എലിപ്സ് എടുക്കുക, EL, എൻ്റർ, ഐസോസർക്കിൾ. ഒന്നുകിൽ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുക, എൻ്റർ. അതിനുശേഷം ഏത് പൊസിഷനിലാണ് വേണ്ടത് ആ പൊസിഷനിൽ വരിക. ഇനി ഇവിടെയാണ് വേണ്ടതെങ്കിൽ ക്രോസ് വയറിൻ്റെ പൊസിഷൻ മാറ്റുക. വീണ്ടും എലിപ്സ് എടുക്കുക, EL, എൻ്റർ, ഐസോസർക്കിൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം എവിടെയാണ് വേണ്ടിച്ചാൽ അവിടെ വരിക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇതൊക്കെ ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ക്രോസ് വയറിൻ്റെ പൊസിഷൻ മാറ്റുന്നു. ഞാൻ എലിപ്സ് എടുക്കുന്നു, EL, എൻ്റർ. അതിനുശേഷം ഐസോസർക്കിൾ സെലക്ട് ചെയ്യുന്നു. എനിക്കിതിൻ്റെ സെൻട്രലായിട്ടാണ് ഒരു സർക്കിൾ വരേണ്ടത്. അതിനുവേണ്ടി ഞാൻ കൺട്രോൾ പ്രസ് ചെയ്തു, റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് അടിച്ച് ഇവിടെ മിഡ് ബിറ്റ്വീൻ 2 പോയിൻ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ 2 പോയിൻറ്റും ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ നമുക്കൊരു മിഡ് പോയിൻ്റ് കിട്ടി. അതിനുശേഷം നിങ്ങൾക്ക് ഡയമീറ്റർ പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ഡയമീറ്റർ എന്നുള്ള ഇത് കാണിച്ചു തരും, ഓപ്ഷൻ കാണിച്ചു തരും. ആ ഡയമീറ്റർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എത്രയാണ് ഡയമീറ്റർ വേണ്ടത്? ഇതിപ്പോൾ ഇത് എനിക്ക് 15 വേണ്ടെങ്കിൽ ഞാൻ 15 കൊടുക്കുന്നു, എൻ്റർ. അപ്പോൾ 15 ഡയമീറ്ററിലുള്ള ആ ഒരു ഒരു സർക്കിൾ അവിടെ നിങ്ങൾക്ക് കിട്ടി. ഇനി ഇതിന് സർക്കിളിന് ഒരു ഡെപ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ കോപ്പി എടുക്കുന്നു, CO, എൻ്റർ, സെലക്ട് ചെയ്യുക, എൻ്റർ. ഇതിന് സെൻറ്റർ പോയിൻ്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ ക്രോസ് ചെയ്യേണ്ട പൊസിഷൻ മാറ്റി ഞാനിതിന് താഴോട്ടേക്ക് ജസ്റ്റ് കോപ്പി ചെയ്തു. ഇനിയിപ്പോൾ ഈ ബാക്കിയുള്ള ആവശ്യമില്ലാത്ത പോർഷൻസ് എന്ത് ചെയ്യുക? ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പോൾ ആ ഒരു ഐസോസർക്കിളിന് നമുക്കൊരു ഡെപ്ത് കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ഐസോമെട്രിക്കിൽ ഐസോസർക്കിൾ അല്ലെങ്കിൽ സർക്കിൾ വരയുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.